ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉച്ചയ്ക്ക് എന്താ കറി ഉണ്ടാക്കാന്നൊക്കെ ഇങ്ങനെ കുറേ നേരമൊക്കെ ചിന്തിച്ചിരുന്നു. ഇന്ന് മുപ്പട്ട് വെള്ളിയായതുകൊണ്ട് ഞാനും പൂച്ചിട്ടും കൂടെ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെയൊക്കെ വന്ന് ചായയും കാര്യങ്ങളൊക്കെ കാപ്പിയുടെയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കയറി. ഇന്നലെയും പോയിട്ടുണ്ടായിരുന്നു നമ്മൾ അമ്പലത്തിൽ, ഇന്നും പോയി കേട്ടോ. പോവുകയാണെങ്കിൽ അടുപ്പിച്ച് പോകാൻ വേണ്ടിയിട്ട് പറ്റും, ഇല്ലെങ്കിൽ പിന്നെ ആ ഭാഗത്തേക്ക് നമുക്ക് പോകാനേ പറ്റില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ അതിൽ. അപ്പോൾ നോക്കുമ്പോൾ തൈര് ഇരിക്കുന്നുണ്ട്. നമുക്കൊരു പെട്ടെന്നൊരു തട്ടിക്കൂട്ട് മോരുകറി സെറ്റാക്കാം. പിന്നെന്താ, കൂർക്കരിക്കുന്നുണ്ട് കുറച്ച്, അത് ഞാൻ നേരാക്കി വെച്ചിട്ടുണ്ട്. അത് വെച്ചൊരു ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് മീനും ഇറച്ചിയൊന്നും ഉണ്ടാക്കണില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാ ദിവസങ്ങളിലും ഇങ്ങനെയൊന്നും അല്ല. എനിക്കൊരു മൂഡ് തോന്നിയില്ലെങ്കിൽ അങ്ങനെ ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വീട്ടിൽ ഇറച്ചി മീനുണ്ട ദിവസം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ നമുക്ക് നടക്കണ കാര്യമല്ല. ഇന്നിപ്പോൾ അമ്പലത്തിലൊക്കെ പോയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നി ഇന്നിങ്ങനെ പോട്ടെ, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ആക്കാം. ഇന്നലെ ഇപ്പോൾ ചിക്കൻ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഇന്ന് എടുക്കണ്ട, നാളെ എടുക്കാം. ഇന്നിപ്പോൾ വെക്കുമ്പോൾ വലിയ ആവശ്യമൊന്നും അതിനകത്ത് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ചിക്കൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇന്ന് ചിക്കൻ ഉണ്ടാക്കിയാൽ പിറ്റേ ദിവസം അത് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കില്ല. ഒരു ദിവസം ഇടവിട്ടിട്ട് അതിൻ്റെ പിറ്റേ ദിവസം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കഴിക്കാൻ വേണ്ടിയിട്ടൊരു കൊതി ഉണ്ടാവും. അപ്പോൾ ഞാൻ മോര് കറിക്കുള്ള നാളികേരമൊക്കെ ചിരകി അതിലേക്കൊരു 2 ചെറിയുള്ളി, 2 വെളുത്തുള്ളി, പിന്നെ കുറച്ച് ചെറിയ ജീരകം, നമ്മൾ ചീനമുളക് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ ചീനമുളകും മധുരക്കിഴങ്ങും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലേശം ചീനമുളകാണ്, അരിമുളകില്ലേ അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകവും, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കണം. ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടല്ല ഈ അരപ്പ് അരയ്ക്കുന്നത്, തൈര് ഒഴിച്ചിട്ടാണ് കേട്ടോ. മോരാണെങ്കിൽ മോര് ഒഴിച്ചാൽ മതി, തൈരാണെങ്കിൽ തൈര് ഒഴിച്ചാൽ മതി. അപ്പോൾ അത് വെച്ച് അരച്ചിട്ട് അങ്ങോട്ട് സെറ്റ് ചെയ്തെടുക്കും. അപ്പോൾ പിന്നെ എക്സ്ട്രാ ഒരു വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊരു എന്ന വെള്ളത്തിനെക്കാട്ടിലും ഒന്നിങ്ങനെ കുറുകിയിരിക്കണ മോരുകറി ആണ് കേട്ടോ. ടേസ്റ്റ് സൂപ്പറാണത്. ഒന്നുമില്ലാത്തപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റണ ഒരു കറി. കഷ്ണങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ട. എന്നാൽ മോരുകറീനെക്കാട്ടിലും അപ്പുറത്തേക്ക് ടേസ്റ്റാണ് ഇതിന്. വേണമെങ്കിൽ 2 മണി കുരുമുളക് ഇടാം, ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി ഇടാം, ഒക്കെ ഇടാം കേട്ടോ. ഒക്കെ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതൊക്കെയാണ് ഇട്ടുള്ളത്. ചില സമയങ്ങളിൽ ഞാൻ ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിന് വേറൊരു ടേസ്റ്റ്. അപ്പോൾ അതൊക്കെ കൂടെ നല്ലോണം അരച്ചിട്ട് വെച്ചു. ഞാനും പൂച്ചിട്ട് ഇന്നിവിടെ ഉണ്ട്. ഷാജേട്ടൻ നേരത്തെ പോയിട്ടുണ്ട്. കണ്ണൻകുട്ടി ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ, തലവേദനയായിട്ട്. അപ്പോൾ അവനെ ശല്യപ്പെടുത്താണ്ട് ഞങ്ങൾ അടുക്കളയിൽ നിന്നിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അരപ്പൊക്കെ കഴിഞ്ഞ് അവിടേക്ക് ഒന്ന് ക്ലീൻ ആക്കിയിട്ടു. ഈ മോര് കറി നമുക്കിവിടെ എല്ലാവർക്കും വലിയ കാര്യം കേട്ടോ. ഞാൻ പറഞ്ഞില്ല, കണ്ണൻകുട്ടിക്ക് ഈ തൈര്, മോര് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അവനും അത് ഓക്കെയാണ്. പൂജിട്ടിക്ക് ഈ തൈരും മോരൊന്നും ഒഴിച്ചിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് ഇഷ്ടമല്ല. ഇങ്ങനെ എന്തെങ്കിലും കറികളൊക്കെ ആണെങ്കിൽ അവൾ സൂപ്പറാ ഇഷ്ടമാണ്. അല്ലാണ്ട് നമ്മൾ ഈ പച്ചയ്ക്ക് മോരും തൈരൊക്കെ ഒഴിച്ചിട്ട് കഴിക്കില്ലേ, അത് അവൾക്ക് ഇഷ്ടമല്ല. ഞാനും കണ്ണൻകുട്ടിയും അത് മതിയിട്ട് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിക്കുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക, കടുക് ഇട്ട് കൊടുക്കുക, 2-3 വറ്റൽമുളക് പൊട്ടിക്കുക, വേപ്പിലിട്ട് കൊടുക്കുക. എന്നിട്ട് അത് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ അരപ്പ് അതിനകത്തേക്ക് ഒഴിച്ചിട്ട് അപ്പം തന്നെ തീ ഓഫ് ചെയ്യണം. ഇല്ലെങ്കിൽ അതിൻ്റെ അരപ്പ് പിരിഞ്ഞു പോകും. അതിങ്ങനെ വെച്ച് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട, ആ ചൂട്ടിൽ അങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ സിമ്പിളായിട്ടൊരു മോര് കറി സെറ്റായി കേട്ടോ. ഇന്നിപ്പോൾ അമ്പലത്തിൽ പോയിട്ട് രാവിലെ ഞങ്ങൾക്ക് ഞാനും പൂജിട്ടും കൂടെ ബസ്സിനാണ് പോയത്. ആ വ്ളോഗ് എടുക്കാത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അമ്പലവും കാര്യങ്ങളായിട്ട് ഇപ്പോൾ 2 ദിവസം അങ്ങനെ കാണിച്ചുല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാനും പൂജിട്ടിയും കൂടെ ഇന്നലെ വൈകിട്ട്, ഇന്നിപ്പോൾ മുപ്പട്ട് വെള്ളിയാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോകാമെന്ന് വിചാരിച്ചു. കൊടുമുടിക്കാവിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ രാവിലെ തലേ ദിവസമേ പ്ലാനാക്കി. കണ്ണൻകുട്ടി ഇല്ല എന്ന് പറഞ്ഞു. രാവിലെ അവനെ നീട്ടിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് വയ്യാന്ന് പറഞ്ഞു. പൂജിട്ടിയും ഞാനും പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒറ്റ തീരുമാനം ഒരൊറ്റ കെട്ടാണ് കേട്ടോ. ഷാജേട്ടന് പിന്നെ ഞങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ നേരത്തെ പോകാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരെയും കൂടി തട്ടിയൊപ്പിച്ച് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന് അറിഞ്ഞോടെ കൊണ്ട് തന്നെ ഞാനും പൂജിട്ടി രാവിലെ നീട്ടി കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് കുളമംഗലം വരെ നടന്ന് അവിടുന്ന് ബസ്സിനാണ് പോയത്. അവിടുന്ന് ഓട്ടോയ്ക്ക് വളാഞ്ചേരി പോയി. വളാഞ്ചേരിയിൽ നിന്ന് ബസ്സിന് നമ്മൾ കൊടുമുടി വരെ. അപ്പോൾ വലിയൊന്ന് എത്തിയപ്പോൾ ബസ്സിൻ്റെ ടയറൊക്കെ പഞ്ചറായിട്ട് നമുക്ക് അവിടുന്ന് കുറച്ച് നടക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് ഭയങ്കര രസമായിരുന്നു പോക്കൊക്കെ. അമ്പലത്തിലൊക്കെ ചെന്ന് വഴിപാട് നമ്മൾ എന്താ പറയുക, തൊഴാനും അങ്ങനത്തെ കാര്യത്തിനൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ രസമായിരുന്നു രാവിലത്തെ പോക്കും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ നമ്മൾ വളാഞ്ചേരിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് വാലൻറ്റൈൻസ് ഡേ ആയിട്ട് എൻ്റെ വക ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അത് കാരണമൊന്നുമില്ല വെച്ചാൽ നമ്മളങ്ങനെ ഗിഫ്റ്റ് ഇതിനൊന്നും കൊടുക്കാറില്ല കേട്ടോ. ഇങ്ങോട്ടും കിട്ടാറില്ല, അങ്ങോട്ടും കൊടുക്കാറില്ല. ഇവിടെ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ വെഡിങ് ആനിവേഴ്സറിക്ക്, ബർത്ത്ഡേക്ക് അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ വാലൻറ്റൈൻസ് ഡേക്ക് ഒന്നും ഗിഫ്റ്റും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഇന്നലെ ഒരു റീല് കണ്ടു. ജോസഫ് അന്നംകുട്ടി ജോസിൻ്റെ ഒരു റീല് കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ പിള്ളേർക്ക് എനിക്ക് എന്തുകൊണ്ട് വാങ്ങി കൊടുത്തുകൂടാ എന്നുള്ളൊരു തോട്ട് വന്നപ്പോൾ ഞാനിന്ന് അമ്പലത്തിൽ നിന്ന് വരുമ്പോൾ കണ്ണൻകുട്ടിക്ക് ചെറിയൊരു ഗിഫ്റ്റ് പൂജിട്ടിക്കും കൂടെ വാങ്ങി കേട്ടോ. അതുകൊണ്ട് അതെനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റായി. ഞാനത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് വലിയ സന്തോഷമായിട്ടോ അത് കേട്ടപ്പോൾ. അപ്പോൾ ഞാൻ ഇവർക്കൊരു ഗിഫ്റ്റൊക്കെ വാങ്ങി, ഗിഫ്റ്റ് കവറിലൊക്കെ പൊതിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇന്നത്തെ വാലന്റൈൻസ് ഡേ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. കുഞ്ഞ രീതിയിലാണ് നമ്മൾ ഇപ്പോൾ വലിയ വലിയ ആഘോഷങ്ങളൊന്നും ഇപ്പോൾ ആഘോഷിക്കാൻ പറ്റിയ ഒരു മൂഡിലല്ല. വലുതായാലും ചെറുതായാലും നമ്മളതങ്ങനെ കുഞ്ഞു കുഞ്ഞതായിട്ട് ഇങ്ങനെ ഒഴിവാക്കി വിട്ടുകൊണ്ടിരിക്കുക. എന്താ വെച്ചാൽ നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മുന്നേ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ. നമ്മൾ നമ്മുടെ രീതിക്ക് അനുസരിച്ച് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആഘോഷിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നമുക്കത് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു മൂഡിലല്ല. എന്താ വെച്ചാൽ നമുക്ക് ഇപ്പുറത്തേക്ക് ഒരു ഇടങ്ങേറാണ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. പുറത്ത് ഇങ്ങനെ ഒരു കാര്യങ്ങൾ കിടക്കുമ്പോൾ നമുക്കങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ട് അത്രയേ ഉള്ളൂ. എല്ലാ പ്രാവശ്യവും നമ്മൾ ചെയ്യണതല്ല. അപ്പോൾ പിന്നെ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ചെയ്തിട്ടില്ല എന്ന് വെച്ചിട്ട് നമുക്കതിനെ വിഷമം വിചാരിക്കാനില്ല. ഇനിയിപ്പോൾ ഒരു ഗിഫ്റ്റ് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് അവിടെ സ്നേഹം ഇല്ലയെന്നുമില്ല, ഒരു ഗിഫ്റ്റ് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് അവിടെ വല്ലാണ്ട് സ്നേഹം ഉള്ളൊന്നുമില്ല. ഒക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇങ്ങനെ പോയാൽ ഓക്കെയാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് നമ്മുടെ മോരുകറി ആയപ്പോൾ കൂർക്ക വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെന്ത് കഴിഞ്ഞു. ഇനി കുത്തി വറുത്തിടാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് ചെറുള്ളി, വെളുത്തുള്ളി, വറ്റൽമുളക് ഇതൊക്കെ കൂടെ ചതയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം. ഇങ്ങനെയാണ് കേട്ടോ, ചതച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ വറുത്തിടാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ചധികം വറ്റൽമുളകും ചെറുള്ളിയും വെളുത്തുള്ളിയും കൂടെ എടുത്തു. കുറച്ചേ ഉള്ളൂ കേട്ടോ കൂർക്ക, നമ്മൾ കൊടുന്ന് വെച്ചിരുന്നതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഉപ്പേരി സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണേ. അതൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ഫുഡിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ പിള്ളേർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അവർക്കൊരു സന്തോഷമാണ് നമ്മളിങ്ങനെ കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ 10-18 കൊല്ലമായി ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട്, അതുകൊണ്ട് എല്ലാം തീർന്നു എന്നുള്ളതല്ല കേട്ടോ. നമുക്ക് ഓരോ അവസ്ഥ വരുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് മാറാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും നമുക്ക് പറ്റുക എന്നുള്ളതാണ് വലിയ കാര്യം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ അവർക്ക് വാലന്റൈൻസ് ഡേക്ക് ഒരു ഗിഫ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ കുറച്ചൊക്കെ വലുതായി അവർ ഒരു കമ്മിറ്റഡായി അല്ലെങ്കിൽ പ്രേമിക്കുന്ന സമയമോ അങ്ങനെയൊക്കെ ആയിട്ട് അവരുടെ ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടൊക്കെ ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിലും അവർക്ക് ഫസ്റ്റിൽ ഓർമ്മ വരിക എൻ്റെ അമ്മയാണ് ഞങ്ങൾക്ക് തന്നതെന്നുള്ളതല്ലേ. അപ്പോൾ അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ അതൊക്കെ ഓരോ പ്രായത്തിൽ പ്രേമിക്കുക അല്ലെങ്കിൽ അങ്ങനെ അതൊന്നും ഒരു തെറ്റായിട്ട് കാണുന്ന ഒരു പേരൻ്റ് അല്ല. വെച്ചാൽ അതൊക്കെ ഓരോ സമയത്ത് ഓരോ പിള്ളേർക്ക് ആ ഒരു പ്രായത്തിൽ നടക്കുന്ന കാര്യമാണ്. അതിപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് എത്ര വിലക്കിയാലും അത് അവരുടെ ഉള്ളിലുണ്ടാവും, അല്ലെങ്കിൽ നമ്മളോട് പറയാതെ അവർ ചെയ്യും. അപ്പോൾ അവരോട് ഒന്നും കൂടെ കണക്റ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളോട് എല്ലാം പറയും. പൂജുട്ടി അങ്ങനെ ഉണ്ട്, എന്ത് കാര്യം ഉണ്ടെങ്കിലും പറയും. കണ്ണൻകുട്ടി അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ അവർക്ക് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് 100% എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ അവർക്കൊരു കുഞ്ഞ് ഗിഫ്റ്റ് കേട്ടോ, അത്രയൊന്നുമില്ല, പക്ഷേ എൻ്റെ സന്തോഷത്തിന് ഞാൻ കൊടുക്കണതാണ്. അവർക്ക് ആദ്യമായിട്ട് കിട്ടണ ഒരു കാര്യമല്ലേ. അപ്പോൾ അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട്. അതിന് വൈകിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കണില്ല കേട്ടോ. വീഡിയോയിൽ കാണിക്കുമ്പോൾ ഇനി അതൊരു പ്രഹസനമായിട്ട് തോന്നുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കമൻറ്റ് നെഗറ്റീവ് വരുമോ പോസിറ്റീവ് വരുമോ അതൊക്കെ പേടിച്ചിട്ടൊന്നും അല്ല. പക്ഷെ എന്നാലും ഞാൻ അതിൻ്റെ ക്ലിപ്പ് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ചെയ്യുക, അല്ലെങ്കിൽ കുഞ്ഞ് വീഡിയോ എടുക്കാൻ നോക്കട്ടെ, ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ഗിഫ്റ്റ് ഞാൻ നാളെ കാണിച്ചു തരാം ഉറപ്പായിട്ടും കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ചോറും കാര്യങ്ങളൊക്കെ ആയപ്പോൾ കണ്ണൻകുട്ടിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. ഒന്ന് ഉറങ്ങി നീറ്റ് ആൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വാരി തരാൻ വേണ്ടിയിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതൊക്കെ വാരി കൊടുത്തു കഴിഞ്ഞ് ഞാൻ നേരെ ഞങ്ങളും ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഉച്ചയുറക്കം അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. ഇതുവരെ എനിക്ക് ഉറക്കമില്ല എന്നുള്ള പാട്ടായിരുന്നു. എന്താ വെച്ചാൽ സംഭവം ശരിയാ, നൈറ്റ് ഉറങ്ങാൻ പറ്റില്ല, അങ്ങനെ ഒരു സംഭവമായതുകൊണ്ട് നമുക്ക് ഉച്ചയ്ക്ക് കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വല്ലാത്തൊരു എനർജി കിട്ടും. മറ്റേത് എന്താ വെച്ച് കഴിഞ്ഞാൽ BP കുറയും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കുണ്ടാവും. തലവേദന, എനിക്ക് ഉറക്കം റെഡി ആയിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ഫുഡ് ഇനിയിപ്പോൾ കിട്ടിയില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. എനിക്ക് ഉറക്കം എന്നെ സംബന്ധിച്ച് ഒരു നേരം അല്ലെങ്കിൽ ഒരു നേരം ഓക്കെ ആവണം. അപ്പോൾ ഉറങ്ങി നീറ്റിട്ട് നമ്മൾ രാവിലെ അലക്കിയിട്ടുള്ള തുണികളൊക്കെ എടുത്ത് കൊണ്ടുവച്ചു, അതൊക്കെ ഒന്ന് മടക്കി വെച്ചു. എന്നിട്ട് നമ്മൾ ചക്കരക്കിഴങ്ങ് വേവിക്കാൻ വേണ്ടിയിട്ട്, ചക്കരക്കിഴങ്ങ് എന്ന് പറയും കേട്ടോ അവിടെ, മധുരക്കിഴങ്ങൊക്കെ എടുത്തിട്ട് അത് കഴുകി നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മുന്നേ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്, ഷാജൻ്റെ ചേച്ചിക്കും ഇത് നല്ല ഇഷ്ടമാണ് കേട്ടോ. അവർക്കൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, മധുരക്കിഴങ്ങ്, കപ്പ, അങ്ങനത്തെ കൊള്ളി, ആ സാധനങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കാണുമ്പോൾ എനിക്ക് അവരെ ഓർമ്മ വരും. അപ്പോൾ എനിക്കും തന്നെ ഇപ്പോൾ ഈ പറഞ്ഞോണം എപ്പോഴെങ്കിലൊക്കെ ഇത് വല്ലപ്പോഴും ഇത് കഴിക്കാൻ വലിയ കൊതിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കാണുമ്പോൾ ഫ്രഷ് ആയിട്ടിരിക്കുന്ന നമുക്കറിയാം കാണുമ്പോൾ തന്നെ ഇതോ നല്ലതാണെന്ന്. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നിയപ്പോൾ കുറച്ച് മേടിച്ചു. നമ്മൾ 3 പേരല്ലേ ഇപ്പോൾ ഉള്ളൂ കഴിക്കാൻ വേണ്ടിയിട്ട്, അവൻ ഒരുപാട് ഉണ്ടാക്കി നാശാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് വൈകിട്ട് ചായക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ട് നമുക്കിനി മേലെ കഴുകിയിട്ട് ചായ കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി, നല്ല മണ്ണുണ്ടാവും, ഒരു 3-4-5 പ്രാവശ്യം അസലായിട്ട് കഴുകണം. എന്നിട്ട് അതിൻ്റെ തലയും വാലൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞിട്ട് വേവിക്കാൻ വേണ്ടി കുക്കറിൽ വയ്ക്കുക. അതാകുമ്പോൾ പിന്നെ പെട്ടെന്ന് ആയിക്കോളും. കണ്ടില്ലേ, നല്ലതാ, ഫ്രഷാണ്. മറ്റത് ഈ കളറെല്ലാം ഉണ്ടാവുക, ഇരുന്ന് ഉണങ്ങിയിട്ട് ഉണ്ടാവും ചിലപ്പോൾ ഒക്കെ കാണുമ്പോൾ. അപ്പോൾ ഞാൻ വാങ്ങിക്കില്ല കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ ഓക്കെയാണ്, അപ്പോൾ അതുകൊണ്ട് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വേവിച്ചിട്ട് നമുക്കിതിലേക്ക് ഒരു ചമ്മന്തിയും കൂടെ സെറ്റ് ചെയ്യണം. അതാണ് സൂപ്പർ ഇതിലേക്ക് കേട്ടോ. ഒരു പ്രാവശ്യം ഞാൻ വ്ളോഗിൽ, വീഡിയോയിലോ ഷോർട്സിലും കണ്ടിട്ട് കാണിച്ചിട്ടുണ്ട്. ഇത് മിക്കരും എല്ലാവരും കഴിക്കാറുണ്ടാവും. ഇന്ത്യക്ക് ചെറുതിൽ ഇത് മാത്രം ഇങ്ങനെ പുഴുങ്ങിയിട്ട് നമ്മൾ കട്ടൻ ചായക്ക് കഴിക്കുക ചെയ്യുക. ഇപ്പോഴൊക്കെയാണ് ഇങ്ങനെ ഒരു ചമ്മന്തിയും കൂടെ ഇതിൽ സെറ്റാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതും കൂടെ റെഡിയാക്കാൻ വിചാരിച്ചു. കണ്ണൻകുട്ടിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ചമ്മന്തി.
അപ്പോൾ അതും കൂടെ ഉണ്ടാക്കാൻ കഴിഞ്ഞു. പ്രാവശ്യം കൊടുത്തിട്ട് നല്ല ഇഷ്ടമായിട്ട് ഇനിയും മേടിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞതായിരുന്നു. പിന്നെ അതിൻ്റെ ശേഷം ഇപ്പോഴാണ് മേടിക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ അതിലേക്ക് പാകത്തിന് വെള്ളവും ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് കുക്കറിൽ ഒരു 2 വിസിൽ വരുമ്പോഴേക്കും അടിപൊളിയായിട്ട് വെന്തോളും. അപ്പോഴേക്കും നമുക്ക് ചമ്മന്തിക്കുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. വൈകിട്ട് ആവുമ്പോഴേക്കും നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ചായക്ക് ഉണ്ടെങ്കിൽ നല്ല അടിപൊളി സന്തോഷമാണ് കേട്ടോ. ഒന്നുമില്ലെങ്കിൽ പിന്നെ കട്ടൻ ചായ മാത്രം കുടിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ചായ കുടിക്കാൻ വേണ്ടി മെനക്കെടാറില്ല. ഇങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ചായ വയ്ക്കും. ഇല്ലെങ്കിൽ ചായ വെക്കാൻ വേണ്ടിയിട്ട് മെനക്കെടാറില്ല കേട്ടോ. അങ്ങനെ കട്ടൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട്. അപ്പോൾ ചമ്മന്തിക്കുള്ള കുറച്ചധികം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നേരെയാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അത് നല്ല ചെറിയുള്ളിയാണ്. ഇന്നിപ്പോൾ വളാഞ്ചേരിയിൽ നിന്ന് കണ്ടപ്പോൾ മേടിച്ചതാണ്. ഫ്രഷുമാണ്, കുറച്ച് വലുതുമാണ്. അതുകൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ സുഖമാണ് കേട്ടോ. മറ്റേത് കുഞ്ഞാപ്പിരിയോളാവും കിട്ടുക. അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ മെനക്കേടാ. അല്ലാണ്ട് പിന്നെ ഇതൊക്കെ വേണ്ട സംഭവം ആയതുകൊണ്ട് എനിക്കത് ഉണ്ടാക്കാതിരിക്കാൻ വലിയ വഴിയില്ല. സവാള ഇട്ടിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചെറുള്ളി ഇരുന്ന് മെനക്കെട്ട് ഉണ്ടാക്കും. ഇതാണെങ്കിൽ അടിപൊളി ചെറുള്ളി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കൽ കഴിഞ്ഞു. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ചീനിമുളക്, അരിമുളകും കൂടെ എടുത്തു. അതൊക്കെ ഒന്ന് കഴുകിയിട്ട് നമുക്കത് ചതയ്ക്കണം. അപ്പോൾ ഇടിമുട്ടിയിലിട്ടിട്ട് ചതയ്ക്കാമെന്ന് വിചാരിച്ചു. മിക്സിയിലിട്ട് ചതച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറും. അതുകൊണ്ട് തന്നെ ഇതാകുമ്പോൾ ഒന്നിങ്ങനെ ചതഞ്ഞാൽ മതി. അപ്പോൾ അതിലിട്ട് ചതയ്ക്കാമെന്ന് വിചാരിച്ചു. പൂജട്ടി കൂടെ ഉണ്ട് കേട്ടോ വീഡിയോ എടുത്ത് തരാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ ഉച്ചവരെ ആൾ പഠിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 4:30 വരെയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നീറ്റിട്ടാണ് പിന്നെ ഈ വക കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കൂടെ നിന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഏതായാലും അമ്മൂട്ടി എടുത്തായോ, അതാകുമ്പോൾ പെട്ടെന്ന് കഴിഞ്ഞോളും. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് കേട്ടോ ചെയ്യാറ്. നമ്മുടെ സ്റ്റാൻഡിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്യാറ്. ഇപ്പോൾ അവളുള്ളതുകൊണ്ട് അവളിങ്ങനെ എടുത്ത് തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചതച്ചു, ഉള്ളിയും നമ്മുടെ അരിമുളകും കൂടെ ചതച്ചിട്ട് തൈര് ഒഴിച്ചു. അതിനകത്തേക്ക് ചതച്ചത് ഇട്ട് കൊടുത്തു. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്ത് വെക്കാം. സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റുള്ള സംഭവമാണ് ഇത്. ഇതിലേക്ക് നല്ല സൂപ്പറാണ്. അതുപോലെ കപ്പയിലേക്ക് അടിപൊളിയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിട്ട് അതങ്ങോട്ട് റെഡിയായി. ഇനി ഒരു 2 വിസിലൊക്കെ വന്ന് ഒരു കുറേ നേരം കഴിഞ്ഞിട്ടാട്ടോ ഞാൻ അതിനകത്ത് തുറന്ന് നോക്കിയത്. അപ്പോൾ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ വെള്ളം ഊറ്റിയിട്ട് കളയാൻ വേണ്ടിയിട്ട് നിൽക്കാം. അപ്പോൾ നമ്മൾ ഊറ്റണം അതിൽ വെച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ചൂട് മാറിയിട്ട് നമുക്ക് കഴിക്കാം. അതുകൊണ്ട് തന്നെ ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ വെച്ചിട്ട് ഞാൻ നേരെ പോയിട്ട് നമ്മൾ കുറച്ച് വിത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് വളാഞ്ചേരുന്ന്, ചീര വിത്തും മുളക് വിത്തും. അപ്പോൾ അത് നടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്കില്ലേ ചീര വിത്ത് നടാട്ടോ അതിൽ. ഞാൻ ഇങ്ങനത്തെ പാത്രങ്ങളിൽ ഇങ്ങനത്തെയൊക്കെ പാത്രം എൻ്റെ അടുത്തുണ്ടായിരുന്നു. വലിയ ബേസിൻ പോലെയൊക്കെ ഉണ്ടായിരുന്നു. അത് പെറുക്കി കൊടുത്തു, തൂക്കി വിറ്റു. ഇപ്പം ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൽ മുളകും, ഇതിൽ മുളകിൻ്റെ തൈയും ഇതിൽ ചീരയുടെയും, അങ്ങനെ 2 ഐറ്റം ചീരയുണ്ട്, മുളകും തൈയും ഉണ്ട്. അപ്പോൾ ഒരു ചീര ഇതിലും മുളക് ഇതിലും. എന്നിട്ട് നമുക്ക് കുറച്ച് വലുതായതിൻ്റെ ശേഷം മാറ്റി നടാം കേട്ടോ. ചെയ്യല്ലേ പൂജ? ഞങ്ങളിനി ഇതൊന്ന് മുളക് വിറ്റ ആരാവും? മുളക് വിറ്റിട്ടോ? മുളക് ഉമ്മക്ക് എടുക്കാനല്ലേ? നമ്മള് വലിയ ബിസിനസ് അല്ലേ? അതെ. നമുക്കൊരു നാലെണ്ണം കിട്ടിയാൽ മതി. ഈ വള്ളിക്കോട്ട എന്തായാലും വെറുതെ ഇരിക്കാം. കണ്ണം കൂട്ടി ഡെഡിക്കേറ്റ് ചെയ്താട്ട ഈ മണ്ണ് കൊടുക്കുന്നുണ്ടോ? ഇത് കൊണ്ട തന്നിട്ട് കളിക്കാൻ പോയാൽ മതിയായിരുന്നു. അപ്പൊ അത് കിട്ടി. അത്ര കിടന്നോ മോള്? ആ, ഒപ്പം നിക്കണേ. ഓക്കെ, അപ്പൊ ഇതില് സെറ്റായി. നേരത്തെ ഇതിൽ നടക്കാം. അപ്പോൾ ആ മണ്ണൊക്കെ അതിലേക്ക് അങ്ങനെ നിറച്ച് വെക്കാൻ കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. മുന്നേ ഞാൻ അങ്ങനെ ഇങ്ങനെ നട്ടിട്ട് ഇങ്ങനെ ഉണ്ടായ ഇഷ്ടമാണ്. ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് വലിയ ചടപ്പാണ് കേട്ടോ. ഒട്ടുമിക്കതും ഉണ്ടാവാറില്ല. എന്നാലും ഞാനിങ്ങനെയൊക്കെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് കുറേ ആയി. ബാക്കിൽ നമ്മുടെ കുമ്പളങ്ങ ഇങ്ങനെ കണ്ടപ്പോൾ മുതൽ തുടങ്ങിയത് അതിനോടൊരു ഇഷ്ടം. അപ്പോൾ എന്തായാലും അത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ കേട്ടോ. ഇനി വിത്ത് തന്നേരം പിന്നെ ഇതാട്ട വിത്ത്. ഇതിൽ ഏതോ ഒരെണ്ണം, ഇത് മുളകിൻ്റെ, ഇത് 2 ചീര, ഒരെണ്ണം പച്ച ഒരെണ്ണം ചുമപ്പ്. നമുക്കിവിടെ ചീര ഇഷ്ടമാണല്ലോ. പച്ചമുളകും പിന്നെ പറഞ്ഞ പോലെ നമുക്ക് ആവശ്യമുള്ള സാധനമാണല്ലോ. അതുകൊണ്ട് നിലത്ത് അപ്പടി ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ കോഴിയുള്ളതുകൊണ്ടേ കിട്ടില്ല നമുക്കിത്. ഇതാവുമ്പോൾ കൂടെ കൊണ്ടുപോകുന്ന ഇങ്ങനെ കാണില്ല, എന്നാലും നമ്മളൊരു സമാധാനത്തിൽ. ഓക്കെ, 2 ചീര ഒന്നിലിടാ? അല്ലല്ല, ഒരെണ്ണത്തിലിടാ, ഇതിലിടാ. എന്നിട്ട് ഇങ്ങനെ ഇതിലിടുമ്പോ ഒരുപാട് ഇതാവോ? അങ്ങനെയല്ല,
മുളക് ഇടട്ടെ. പകുതി ചീര ഇതിലിട്ട് കൊടുത്താൽ മതിയോ ആ. അല്ലേ? പിന്നെ പാത്രം കിട്ടുമ്പോൾ നമുക്ക് പകുതി വേറെ ഇട്ട് കൊടുക്കാം. മറ്റേ എന്താ വെച്ചാൽ ഒരുപാടാകുമ്പോൾ വളരുമ്പോഴേ തിക്കായി പോകും. ഒന്നിങ്ങോട്ട് വലുപ്പം വെച്ചിട്ട് നമുക്ക് മാറ്റി നടാൻ വേണ്ടി പറ്റുള്ളൂ. മുളക് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അത് മൊത്തം ഇടാം. എന്താ വെച്ചാൽ നമുക്ക് വിറ്റിട്ട് പൈസ ഉണ്ടാക്കണ്ടേ. ബിസിനസ് നമ്മൾ ചീര കൃഷി തുടങ്ങിയിരിക്കുകയാണ് ഗായ്സ്. വേണ്ടവർ ചീര ഒരു കെട്ടിന് സബ്സ്ക്രൈബർ ആയതുകൊണ്ട്, സബ്സ്ക്രൈബ്സ് ആണെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു കെട്ടിന് 40 രൂപയും കൊടുത്താൽ മതി. പുറത്ത് 20 രൂപ. ഉണ്ടാവുന്ന വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ ചെയ്യുന്നോണ്ട് പിന്നെ ഉണ്ടാവും. അതത്ര വഴിയുണ്ട്. ഓക്കെ, നല്ല ഇതെത്ത് പെറുക്കിട്ട് കളയോ ദൈവം. പ്രത്യേകിച്ച് പറഞ്ഞ മോള് ചെയ്യണേ, അപ്പൊ ഉണ്ടാവാതിരിക്കോ? ഇരിക്കോ? പിന്നെ അത് പകുതി ഇട്ട് കൊടുക്കാം അല്ലേ? അത് നമുക്ക് എടുത്ത് നമ്മള് കൊറേ ആയില്ലേ ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്തിട്ട്, ചെയ്യാതെ ഉണ്ടാവുന്നുണ്ട്. ഞാൻ അവിടെ ഇട്ട് കൊടുക്കട്ടെ. ഞാൻ ഇട്ട് കൊടുത്തോട്ടെ പിന്നെ. ഇനിയിപ്പോ ഇത് കുറച്ച് അപ്പൊ ആ വെള്ളരിക്ക കുമ്പളങ്ങ കൂടെ അതിൻ്റെ എന്തോ ഇല്ലേ ബാക്കില്? വെള്ളരിക്ക കുമ്പളങ്ങ എന്തോട്ടെ? കുമ്പളങ്ങ. ആ, അതെങ്ങനെ അപ്പൊ ഉണ്ടായി? അത് പണ്ടോളം മുളച്ചുണ്ടായതാ. നമ്മൾ ഉണ്ടാക്കിയൊന്നുമില്ല. നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാവില്ലല്ലോ. ഇനി ഞാനത് നനയ്ക്കാൻ വേണ്ടി ഓക്കെ. ഓക്കെ, ഇതിവിടെ തന്നെ ഇരുന്നോട്ടെ, നമ്മൾ നനയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഇവിടെ വെക്കുക, ഈ ഭാഗത്ത് തന്നെ വെക്കാം അല്ലേ നമുക്ക്? ഇവിടെ തന്നെ. കോഴികള് വരുമോ? നമുക്ക് ശ്രദ്ധിക്കാം. ഇവിടെ നമുക്ക് അടിച്ചു വരാം. അതൊക്കെ കഴിഞ്ഞിട്ട് മുറ്റടിച്ചു വരാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. അവിടെ ബാക്ക് അടിക്കാണ്ടായിരുന്നു, ഫ്രണ്ടിലും അടിക്കാണ്ടായിരുന്നു. മുരിങ്ങയുടെ പൂവ് ഇങ്ങനെ ചാടിയിട്ട് അവിടെ ആകെ അങ്ങനെ അലമ്പായിട്ട് കിടക്കും 2 നേരം. അലമ്പല്ല കേട്ടോ, നമുക്ക് മുരിങ്ങ കിട്ടണ കൊണ്ട് അലമ്പ് എന്നല്ല, അങ്ങനെ വൃത്തികേടായിട്ട് കിടക്കും എന്നുള്ളത്. അപ്പോൾ അതൊക്കെ അടിച്ച് വരാൻ വേണ്ടിയിട്ട് നിന്നു. അത് കഴിഞ്ഞിട്ട് വേണം ഇനി മേലെ എഴുകാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ നമുക്ക് എണ്ണ കാച്ചാൻ വേണ്ടി ഒന്ന് നിൽക്കണം എന്ന് വിചാരിച്ചായിരുന്നു. ഇങ്ങനെ ഓരോ പണിയുടെ തിരക്കിൽ അതും അങ്ങനെ വിട്ടുപോയി. നാളെ ഇനിയിപ്പോൾ എന്തായാലും കാച്ചണം എന്ന് വിചാരിക്കുന്നുണ്ട്. അന്ന് കുറച്ച് കഞ്ഞുണ്ണി കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് അത്രയും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉച്ചയ്ക്കൊക്കെ ആകുമ്പോൾ നല്ല വെയിലാവും. വെയിലറിയിട്ട് പോകാമെന്ന് വയ്ക്കുമ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളാവും. അത് കഴിഞ്ഞ് വിളക്ക് കൊത്തുമ്പോഴേക്കും ഇരുട്ടാവും. അപ്പോൾ നാളെ ഒന്നുമില്ലെങ്കിൽ രാവിലെ പോകണം, അല്ലെങ്കിൽ വിളക്ക് വിളക്ക് കൊളുത്തുന്നതിൻ്റെ മുന്നേ പോയിട്ട് പറിച്ചിട്ട് വരാൻ വേണം. എന്നിട്ട് വൈകിട്ട് അങ്ങോട്ട് എണ്ണ കാച്ചാന്ന് വിചാരിക്കണം. അതിലേക്ക് പിന്നെ കുറച്ച് സാധനം കൂടെ മേടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അത് പിന്നെ കടയിൽ പോയിട്ട് കിട്ടണതായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇത് പറിക്കാൻ വേണ്ടിയിട്ട് പോകണോണ്ടാണ് കേട്ടോ അത്ര ലാഗ് അടിച്ചത്. അങ്ങനെ ബാക്കിൽ നമ്മൾ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് ചൂല് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഫ്രണ്ടിൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് നോക്കുമ്പോൾ ഫ്രണ്ടിൽ അതിനേക്കാൾ അലമ്പായിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. രാവിലെ മൊത്തം നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ്, തുടയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. അത് പിന്നെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നീ എന്നും ചെയ്യണ പോലെ തന്നെ അവിടെ അങ്ങോട്ട് തുടച്ചിട്ട് ഉമ്മറും കൂടെ അടിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി കഴിഞ്ഞല്ലോ, പിന്നെ അതിന് വെച്ചിട്ട് നിൽക്കണ്ടല്ലോ. അപ്പോൾ എന്നും ചെയ്യണോണ്ട് തന്നെ അതങ്ങനെ വേണ്ട, കുഴപ്പമില്ല, അത്ര വലിയ കച്ചറില്ലെങ്കിൽ ചെയ്യില്ല എന്ന് വിചാരിച്ചാലും ആ ഉമ്മറത്തേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ എന്തോ ഒരു സമാധാനക്കേടാണ് കേട്ടോ. അവിടെയൊക്കെ അടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും ഇപ്പം നാളെ രാവിലെ അടിക്കാമെന്ന് വിചാരിക്കും. പക്ഷെ ഇവിടെ വന്നിരിക്കുമ്പോൾ തോന്നും വിളക്ക് കാട്ടുന്നതിൻ്റെ മുന്നേ അവിടേക്ക് ഒന്ന് തുടച്ചടിച്ച് വരിയിട്ട് അതൊരു സമാധാനമല്ലേ എന്ന് വിചാരിക്കും. അപ്പോൾ പിന്നെ തന്നെ ചൂലും മോപ്പൊക്കെ എടുത്തിട്ട് വരും. പൂജുട്ടി പറഞ്ഞതാ കുഴപ്പമില്ല നാളെ ചെയ്യാമെന്ന്. പക്ഷെ എന്നാലും ഒരു സമാധാനം കിട്ടില്ല കേട്ടോ. അങ്ങനെ ചെടിക്കൊക്കെ വെള്ളം നനച്ച് നമ്മൾ അവിടെ നിന്ന് അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അവിടെ നല്ല പൊടിയാണ്, അതുകൊണ്ട് തന്നെ അങ്ങനെ വെള്ളം തളിച്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ട് വല്ലാണ്ട് പൊടി പാറില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ട് കഴിഞ്ഞ് മേല് കഴുകിയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ചായയൊക്കെ കുടിക്കണം. കുറച്ച് നേരമൊക്കെ നടക്കാൻ പോകണമെന്നൊക്കെ ഒന്ന് വിചാരിച്ചതായിരുന്നു, അതുകൊണ്ട് തന്നെ ഒന്നും അതും പറ്റിയിട്ടില്ല. നമ്മുടെ എണ്ണ കാച്ചാനുള്ളത് പറിക്കാൻ പോകുമ്പോൾ നമുക്കത് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് ചെമ്പരത്തിയുടെ പൂവും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുണ്ട്. നാളെ നമുക്കതിന് പോകണം കേട്ടോ.
അങ്ങനെ വിചാരിക്കേണ്ട. അതുപോലെ നമ്മുടെ ഇവിടെ ഒരു കുളമുണ്ട്, നമുക്ക് കുറച്ച് ചവിട്ടിയും കാര്യങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ തോട്ടിൽ കുളത്തിൽ പോയിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയായി കഴുകിയിട്ട് പോരാന്ന് വിചാരിക്കുന്നു. എല്ലാം വിചാരിക്കും, പക്ഷേ ഇങ്ങനെയൊക്കെ പ്ലാൻ ഇട്ട കാര്യങ്ങളൊന്നും ഇതുവരെ നടക്കാറുമില്ല, നടന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഒന്നും പ്ലാൻ ചെയ്യാണ്ടാണെങ്കിൽ അത് അങ്ങനെ അതിൻ്റെ വഴിക്ക് നടന്നു പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നാളെ ഇങ്ങനെ കണ്ണൻകുട്ടി എപ്പോഴും പറയും, തോട്ടിൽ വെള്ളം നിറഞ്ഞ സമയത്തേ വിളിക്കും അവൻ, എല്ലാവരും ഉണ്ട്, വായോ അമ്മ വായോ നമുക്ക് പോവാം, അല്ലെങ്കിൽ അവിടെ വന്നിരുന്നാൽ മതി, ഞങ്ങൾ കുളിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടെന്നൊക്കെ. പക്ഷെ നല്ല നിറഞ്ഞ് ഇരുന്നല്ല ഇങ്ങനെ മുട്ടി നിൽക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ പോയി കുളിച്ചിട്ടൊക്കെ വരും കേട്ടോ. ഇപ്പോൾ പിന്നെ നല്ല വെള്ളം അടിയായിട്ടുണ്ടാവും, അതുകൊണ്ട് തന്നെ പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ കുളത്തിലാണെങ്കിൽ ഒഴുക്കില്ലാത്ത വെള്ളമല്ല, അതുകൊണ്ട് തോട്ടിലും അങ്ങനെ തന്നെയാണ്, നല്ലോണം അടിയിലായിട്ടുണ്ട്. പക്ഷേ ചവിട്ടിയും കാര്യങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ, അതിന് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നാളെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി അടിച്ചുവാരൽ കഴിഞ്ഞ് ഞാൻ നേരെ ഇനി മേലെഴുകാൻ വേണ്ടിയിട്ട്, അല്ല നമ്മുടെ ഉമ്മറ ഒന്ന് തുടച്ചിടാൻ വേണ്ടിയിട്ടുണ്ട്. അത് വലിയ പാടൊന്നുമില്ല, നമ്മൾ രാവിലെയൊക്കെ ഒരു തുട കഴിഞ്ഞുകൊണ്ട് തന്നെ ഒന്നും ഇങ്ങോട്ട് എടുത്ത് തുടച്ചിട്ടാൽ മതി. ആ ഒരു സമാധാനം നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ. ഞാൻ പറയാറുണ്ടല്ലോ, നമ്മൾ വൈകിട്ട് ചായ കുടിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒന്നും ഇങ്ങോട്ട് ഇരുട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്ന് കിടക്കുകയാണെങ്കിലും ഒരു സമാധാനമാണ്, പൊടിയും കാര്യങ്ങളും ഉണ്ടാവില്ലല്ലോ. നമ്മൾ ഡയറക്റ്റ് ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് വരുമ്പോൾ ഈ പൊടിയൊക്കെ നമ്മുടെ കാലിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ അവിടെ വീഴും. അപ്പോൾ തന്നെ കിടക്കാൻ വേണ്ടിയിട്ടൊക്കെ ബുദ്ധിമുട്ട്, അങ്ങനെ തുടച്ചിട്ടില്ലെങ്കിൽ. വൈകിട്ട് ഞങ്ങളിവിടെ കുറേ നേരം ഇരിക്കും, അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ തുടച്ച് ക്ലീൻ ആക്കിയിടാമെന്ന് വിചാരിച്ചു. ഇനി ഇത് കഴിഞ്ഞിട്ട് മേലെ കഴുകിയിട്ട് ചായ കുടിക്കാം കേട്ടോ. വിളക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ തല നനച്ച് കുളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇറച്ചി മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് മേലെ കഴുകിയാൽ മതി. പൂജിട്ടിയോ ഞാനോ ആവും ഇപ്പോൾ വിളക്ക് വയ്ക്കാം. രണ്ടാൾക്കും മേലെ കഴുകാൻ വേണ്ടിയിട്ടുണ്ട്. നല്ല ചൂടല്ലേ ഇപ്പോൾ, ചൂടെന്ന് പറഞ്ഞാൽ അസാധ്യ ചൂടാണ്. 3 നേരം കുളിച്ചാലും നമുക്ക് മതിയാവില്ല, അത്രയും ചൂടാണ്. കുളി കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് മേലെ കഴുകി വരുമ്പോഴേക്കും തന്നെ ആകെ ഇങ്ങോട്ട് വയറത്ത് ഉപ്പാടിളകും. അങ്ങനത്തെ ചൂടാണ് കേട്ടോ. വെള്ളം കുടിച്ച് കുടിച്ച് അങ്ങനെ അതൊരു വഴിക്ക്. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ മധുരക്കിഴങ്ങും ചമ്മന്തിയും കട്ടൻ ചായയൊക്കെ കൂട്ടിയിട്ട് കഴിക്കുകയാണ്. എന്ത് ടേസ്റ്റാന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നും തള്ളുകയാണ്, പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഇത് ഇഷ്ടമുള്ളവർക്ക് ഇതിൻ്റെ ഫീല് പറഞ്ഞാൽ മനസ്സിലാവും. സാധ്യ ടേസ്റ്റും നല്ല മധുരക്കിഴങ്ങായിരുന്നു, മധുരം നല്ല മധുരം ഉണ്ടായിരുന്നു. ചില മധുരക്കിഴങ്ങ് എന്ന് പറയാനേ പറ്റുള്ളൂ, ചില സമയത്ത് കൊണ്ടുവരുമ്പോൾ ഒരു പൊടിക്ക് മധുരം ഉണ്ടാവില്ല, വെറുതെ ഇങ്ങനെ ഒരു പൊടി സംഭവം ഇങ്ങനെ കിഴങ്ങ് കഴിക്കണ പോലെ നമുക്ക് തോന്നുള്ളൂ. ഇതങ്ങനെയല്ല, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞൊരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുവരെ എല്ലാവർക്കും ടാറ്റ ബൈ, സീ യു.